ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമല്ലേ? ഒരു ആയുസിന്റെ അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന വീട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് യൂസ് ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? ചേലക്കര മേപ്പാടത്തുള്ള ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഡോറുകളാണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ ചേലക്കര മേപ്പാടത്തുള്ള ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സിലേക്ക് വരാം. ഇവിടെ വെറൈറ്റി കളക്ഷനുകൾ ഒരുക്കിയിരിക്കുന്നു. ഹോൾസെയിൽ വിലയിൽ ഗ്ലാസ്, പ്ലൈവുഡ്, ഹാർഡ്വെയർ, തേക്ക് ഡോറുകൾ, ബാത്റൂം ഡോറുകൾ കൂടാതെ 40-ലധികം ഡിസൈനുകളുമായി ബെഡ്റൂം ഡോറുകളും ഇവിടെ ലഭ്യമാണ്. ഡെൻവുഡ്, തോംസൺ, പ്രസ്റ്റേജ് തുടങ്ങി ബ്രാൻഡഡ് കമ്പനികളുടെ വലിയൊരു ലോകം. ഈർപ്പവും ചെതലും ഏൽക്കാത്ത WPC ഡോറുകൾ. കുറഞ്ഞ വിലയിൽ ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഏവരും സന്ദർശിക്കൂ ഏദൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്, മേപ്പാടം. ചേലക്കരയുടെ തനത് കായിക വിനോദമായ തലമപ്പന്ത് കളി ഇത്തവണയും തടസ്സങ്ങളില്ലാതെ ഏറെ ആവേശത്തോടെ നടക്കുമെന്ന് ഉറപ്പായതോടെ നാട്ടുകാർക്കിടയിൽ ഉയർന്നു വന്ന ആശങ്കകൾക്ക് താൽക്കാലികമെങ്കിലും പൂർണ്ണ പരിഹാരമായിരിക്കുകയാണ്. ചേലക്കരയുടെ ഹൃദയത്തുടിപ്പായ തനത് കായിക വിനോദം തലമപ്പന്ത് കളിയുടെ ഈ വർഷത്തെ നടത്തിപ്പ് സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾക്കാണിപ്പോൾ ശുഭകരമായ വിരാമമായിരിക്കുന്നത്. ഗ്രൗണ്ട് അറ്റകുറ്റപ്പണികൾ കാരണം ഇത്തവണ കളി നടക്കുമോ എന്ന കാര്യത്തിൽ നാട്ടുകാർക്കിടയിൽ ഉയർന്നുവന്ന വലിയ ആശങ്കകൾ ചേലക്കര മണ്ഡലം MLA യുവാർ പ്രദീപിന്റെ സമയോചിതമായ ഇടപെടലോടെ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടു. ചേലക്കര CGM സ്കൂളിൽ വെച്ച് MLAയുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക ചർച്ചയിലാണ് മത്സരങ്ങൾ തടസ്സമില്ലാതെ വിജയകരമായി നടത്താൻ അനുകൂലമായ ധാരണയായത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ AE നിർമ്മൽ സേതു, നിർമ്മാണ കരാറുകാരൻ B ഗോപി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OS സജി, മുൻ മെമ്പർ ജാഫർ, CGM സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്രീറാം, തലമപ്പന്തുകളി സംഘാടകരായ നെഹ്റു ക്ലബ് ഭാരവാഹികൾ M ഷാജി, സെക്രട്ടറി പ്രശാന്ത് VM എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുത്തു. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി മുഖാരിക്കുന്നിലെ ഗ്രൗണ്ട് നവീകരണത്തിനായി 1 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും മറ്റ് തടസ്സങ്ങളും കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വൈകിയതാണ് കായിക പ്രേമികളിൽ ആശങ്കയുണ്ടാക്കിയത്. വരാനിരിക്കുന്ന ഓഗസ്റ്റ് 10 മുതൽ സെപ്റ്റംബർ 20 വരെയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കളിസ്ഥലത്ത് നിലവിലുള്ള മണ്ണും മണലും താൽക്കാലികമായി മാറ്റി റോളർ ഉപയോഗിച്ച് നിരപ്പാക്കി കളിക്കാർക്കും കാണികൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഗ്രൗണ്ട് സജ്ജമാക്കാൻ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. സെപ്റ്റംബർ 20 ശേഷം ഗ്രൗണ്ട് പൂർണ്ണമായും കരാറുകാരന് തന്നെ തിരികെ കൈമാറുമെന്നും അതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഒരു നിശ്ചിത മേഖല തിരിച്ച് കളി നടത്തുമെന്നും MLA വ്യക്തമാക്കി. ഇതോടെ ഇത്തവണത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള തലമപ്പന്ത് കളി കൂടുതൽ ജനപങ്കാളിത്തത്തോടെയും ആവേശത്തോടെയും അരങ്ങേറാൻ പൂർണ്ണമായും വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ചേലക്കരയുടെ സ്വന്തം കളി തലമപ്പന്ത് കളി വലിയ വികാരത്തോടു കൂടിയാണ് ഓണക്കാലത്ത് ചേലക്കരയിൽ നടത്തി വരാറ്. കളി ഇന്ന് വിദേശത്ത് പോലും അറിയപ്പെടുന്ന കളിയായി മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന പദ്ധതിയുടെ ഭാഗമായി വിവിധ പഞ്ചായത്തുകളിൽ ധാരാളം കളിസ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കുകയും വാങ്ങിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ചേലക്കരയിലെ മുഖാരിക്കുന്നത്തിലുള്ള കളിസ്ഥലം ബഹുമാന്യനായ ഇപ്പോഴത്തെ MP അന്ന് നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിയായുള്ള സമയത്ത് ചേലക്കരയിൽ ഈ കളിയെ പ്രാധാന്യം മാനിച്ചുകൊണ്ട് കളിക്കാനുള്ള നല്ല മികച്ചൊരു സ്ഥലം വേണം എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായി മുഖാരിക്കുന്നത്ത് നിലവിലുള്ള ഗ്രൗണ്ടിന് ഏകദേശം 1 കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് ഇതിൻ്റെ സൗകര്യങ്ങളുമെല്ലാം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില തടസ്സങ്ങൾ കരാറുകാരൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാം ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രതികൂലമായി മാറിയപ്പോൾ നമ്മുടെ ഈ വരുന്ന ഓണത്തിന് ചേലക്കരയിൽ എല്ലാ കാലങ്ങളായി കളിച്ചു വരുന്ന ഈ കളി തടസ്സമാവുമോ എന്നൊരു ആശങ്കയും ഉണ്ടായി. കഴിഞ്ഞ 2 വട്ടം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം 2 വട്ടം ഇതിൻ്റെ യോഗം വിളിച്ചു കൂട്ടി പ്രോഗ്രസ് വിലയിരുത്തി. ഏതായാലും നാം നിശ്ചയിച്ച പോലെ നടക്കാൻ കഴിയാത്തത് ഇടയ്ക്ക് വരുന്ന മഴയും കാലാവസ്ഥ മാറ്റവും നമുക്ക് വലിയ തടസ്സമായി മാറിയിട്ടുണ്ട്. ഏതായാലും ഈ വരുന്ന 10-ാം തീയതി ഓഗസ്റ്റ് 10-ന് കളി ആരംഭിക്കേണ്ടതുണ്ട്. അങ്ങനെ കളി ആരംഭിക്കുന്ന നിലവിൽ കളിസ്ഥലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി നമുക്ക് ചെറിയ ഒരു ക്രമീകരണം നടത്തിയാൽ മാത്രമാണ് കളി നടക്കുക. അങ്ങനെ കളി നടക്കണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ മണ്ണും മണലും എല്ലാം ഇപ്പോൾ അവിടെ കൊണ്ടുവന്ന് കൂട്ടി അത് മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ഗ്രൗണ്ട് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഈ കാലാവസ്ഥ ഇങ്ങനെ മാറി വലിയ തോതിൽ നിൽക്കുമ്പോൾ നമുക്കിതിനെല്ലാം തടസ്സമായി വരികയാണ്. ഇപ്പോൾ ഇന്ന് സ്പോർട്സ് കൗൺസിലിൻ്റെ AE അതിലെ ഉദ്യോഗസ്ഥൻ AEയും അതുപോലെ തന്നെ കരാറുകാരനും നമ്മുടെ ഈ സംഘാടകർ ഈ തലമപ്പന്ത് കളിയുമായി ബന്ധപ്പെട്ട് നെഹ്റു ക്ലബ്ബ്
അവരാണ് അതിൻ്റെ സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളും നമ്മുടെ ബ്ലോക്ക് മെമ്പർ ശ്രീ സജീവ് ഉൾപ്പെടെ നമ്മുടെ മുൻ മെമ്പർ ജാഫർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന് ഒരു ധാരണ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുകയുണ്ടായി. ഈ കളിസ്ഥലം ഇപ്പോൾ ഈ നിലയ്ക്കാണെങ്കിൽ ഒരു കാരണവശാലും ഓഗസ്റ്റ് 10-നകം ഇത് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആവും. ഇനിയും നമുക്ക് മഴ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് വളരെ കൃത്യമായി അതിലൊരു ഡേറ്റ് നിശ്ചയിച്ച് അതിൻ്റെ നിലവിൽ കളിക്കാൻ യാതൊരു തടസ്സം വരാത്ത രീതിയിൽ കളിസ്ഥലം വളരെ ക്ലിയറായി ആക്കി കൊടുക്കാൻ നിലവിൽ അവിടെ കൂട്ടിയിട്ട് ഏകദേശം 1500 MQ മണ്ണ് അവിടെ ഉണ്ട്. അതിന് ഈ കളിസ്ഥലം എത്രയാണ് മാർക്ക് ചെയ്ത് കൊടുത്ത് ആ മാർക്ക് ചെയ്ത സ്ഥലത്തിന് പൂർണ്ണമായും മാറ്റി റോളർ വെച്ച് ഉരുട്ടി വളരെ കൃത്യമായി ലെവൽ ചെയ്ത് കളിക്കാൻ ആവശ്യമായ സൗകര്യം ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഏകദേശം സെപ്റ്റംബർ 20 വരെ അവർക്ക് ഒരു മാസത്തെ സമയം കളിസ്ഥാൻ ആവശ്യം വരും. അപ്പോൾ അത് കഴിഞ്ഞോടുകൂടി 20 വരെ സമയം കൊടുത്ത് 20 കഴിഞ്ഞാൽ വീണ്ടും പൂർണ്ണമായും ഗ്രൗണ്ട് കരാറുകാരന് തന്നെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നത്. അതുവരെ വർക്ക് തടസ്സമാവാതിരിക്കാൻ അതിൻ്റെ ഒരു ഏരിയ തിരിച്ച് വരുന്ന കാണികൾക്കും കളിക്കാർക്കും തടസ്സം വരാത്ത രീതിയിൽ മാറ്റിയിട്ട സ്ഥലത്ത് അവരുടെ പണികൾ തടസ്സമില്ലാതെ നടക്കാൻ വേണ്ടിയുള്ള ഒരു ധാരണയും ആക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഗവൺമെൻറ് പറഞ്ഞ പണികളെല്ലാം വളരെ കൃത്യമായി നടക്കാൻ വേണ്ടിയുള്ള ഒരു ധാരണ ആക്കി കൊടുത്തിട്ട് നിലവിൽ ചെയ്ത പണിക്ക് പുറമെ ഇനി ചെയ്യാനുള്ള പണി ഈ കളിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്നാണ് ഇപ്പോൾ ധാരണയാക്കിയിട്ടുള്ളത്. എന്തായാലും കളിക്കൊരു തടസ്സം വരാത്ത രീതിയിൽ ഈ കളി അത്രയും ആവേശകരമായി ചേലക്കരയ്ക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനതയാണ്. അവർക്ക് ഒരു കാരണവശാലും തടസ്സം വരാത്ത രീതിയിൽ കളി നടത്താനും ഭംഗിയായി ആസ്വാദിക്കാനും പറ്റുന്ന രീതിയിലുള്ള സൗകര്യം ഇന്ന് ആലോചിച്ചിട്ടുണ്ട്. അതനുസരിച്ച് കൃത്യമായി ഈ കൊല്ലം ഓണത്തിനും തലൈമപ്പന്ത് കളി നല്ല രീതിയിൽ നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ആർക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക വേണ്ട എന്നാണ് ചാനൽ വഴി ഇത് അറിയിക്കാറുള്ളത്. CCV ന്യൂസ് ചേലക്കര.